ഇ ഡി അറസ്റ്റിനെതിരായ ഹേമന്ത് സോറന്റെ ഹർജി കേൾക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ, സോറിന് വലിയ തിരിച്ചടിയാണ്, എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇ ഡി അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ രണ്ടിടങ്ങളിലായിട്ടാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. ഒന്ന് ജാർഖണ്ഡ് ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും ഫയൽ ചെയ്തു. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. അങ്ങനെ ഇന്നലെ സുപ്രീം കോടതി അത് ഇന്ന് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. സഞ്ജയ് ഖന്ന ഉൾപ്പെട്ട ബെഞ്ചാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഈ ഹർജി കേൾക്കാൻ ഒരു വിസമ്മതം സുപ്രീം കോടതിയുടെ ബെഞ്ച് അറിയിച്ചു. ഒപ്പം തന്നെ ഈ ഹർജി പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ ജാർഖണ്ഡിൽ ഹൈക്കോടതി സമർപ്പിച്ച ഹർജി സോറൻ പിൻവലിച്ചിരുന്നു. എന്തായാലും ആ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സോറൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ BJPയുടെ രാഷ്ട്രീയ പ്രേരണ മുഖാന്തരമാണ് ഈ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരുന്നത്. എന്തായാലും ആ ഹർജി ഇപ്പോൾ അത്തരം വിഷയങ്ങൾ ഹൈക്കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. വേണു, ശരി, ഹേമന്ത് സോറിന്റെ ഹർജി കേൾക്കാൻ സുപ്രീം കോടതി വിസമ്മതം പ്രകടിപ്പിച്ചിരിക്കുന്നു. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.